ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടർ ഷാർങ്ങാധരൻ എആറിന്റെ 1986 മുതൽ 2026 വരെയുള്ള ലോകകപ്പ് ഫുട്ബോൾ മേളയുടെ ചിത്രങ്ങളുടെ ശേഖരത്തിൽ നിന്നുള്ള പ്രദർശനം സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിക്കെതിരെ ഫുട്ബോളിൽ ലഹരിയുമായി ഹോസ്ദുർഗ് ജനമൈത്രി പോലീസും കാഞ്ഞങ്ങാട് സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഷാർങ്ങാധരൻ എആറിന്റെ 1996 മുതൽ 2026 വരെയുള്ള ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ 20,000-ലധികം ഫോട്ടോ ശേഖരത്തിന്റെ പ്രദർശനത്തിലൂടെയാണ് പുതുമയാർന്ന ലഹരിവിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന ബോധവൽക്കരണവും പ്രദർശനവും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. കേരളമെന്ന തിളക്കണം ചോര ഞരമ്പുകളിൽ എന്നാണ് കവികൾ തന്നെ പാടിയിട്ടുള്ളത്. മയക്കുമരുന്നിന് അടിമയായാൽ എത്ര ബുദ്ധിശക്തിയുള്ള കുട്ടികളായാലും അവർ വഴിതെറ്റിപ്പോകും. അപ്പോൾ അവരെ വഴിതെറ്റിക്കുക എന്നതാണ് ഈ മയക്ക് മരുന്ന് കോർപ്പറേറ്റുകളുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പ്രതികരണശേഷിയില്ലാത്ത തലമുറ വരട്ടെ എന്നാണ്. പെട്ടെന്ന് കാശുണ്ടാക്കാൻ കഴിയുമെന്നതാണ് അവരുടെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണമെന്നാണ്. അതിനൊരു തലമുറ നശിച്ചാലും തിരക്കേടില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ചെറുക്കേണ്ടത് ഈ നാടിൻ്റെ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ ദിനേശൻ K അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ കാഞ്ഞങ്ങാട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MT ജാഫർ, മുഹമ്മദ് മുറിയനാവി, ഫൗസിയ ഷെരീഫ്, രേഷ്മ N, രാജൻ അത്തിക്കോത്ത്, 7 സ്റ്റാർ അബ്ദുറഹ്മാൻ, ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടർമാരായ നീതു T, അഞ്ജലി TM, NSS ജില്ലാ കോർഡിനേറ്റർ P സമീർ, സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി സ്വാഗതവും NSS കോർഡിനേറ്റർ R മഞ്ജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.